ചെറുതായിട്ട് ഇറാനിൽ പോയൊരു ബോംബിട്ടു. പക്ഷെ ഞങ്ങള് വെടിനിർത്തലൊന്നും ലംഘിച്ചതല്ല കേട്ടോ. ഇതാണ് ഇപ്പൊ അമേരിക്ക പറയുന്നത്. അതായത് ഇന്നലെ ഹോർമൂസിലെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന ദ്വീപ്, ഇവിടെ പോയിട്ട് അമേരിക്ക ഇന്നലെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന പരിപാടി ഞങ്ങൾ സ്വയരക്ഷാർത്ഥം ആക്രമണം നടത്തിയതാണ്. പക്ഷെ ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ഒന്നും അല്ല എന്നാണ് പറയണേ. ആരോടാ ഈ പറയണേ? അതായത് ഇറാനെ പോയി ഇങ്ങനെ ഞോണ്ടി നോക്കുകയാണ്. ഇങ്ങനെ ഇവരെന്തപ്പ ഇതിനെ പ്രതികരിക്കുക, എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതികരണം ഇതിനോട് ഉണ്ടാവുക എന്നുള്ളത് ഇങ്ങനെ ഞോണ്ടി നോക്കുക. അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള കരാറുകളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളിപ്പോ തൽക്കാലം വെറുതെ ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. കൂടുതൽ ചർച്ച ചെയ്യാനും കൂടുതൽ ഡിമാൻഡ് ഒന്നും നിങ്ങൾ വെക്കണ്ട. ഓക്കെ, ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്ന ഇറാനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പൊ ഇതാണ് അവസ്ഥ. എന്നിട്ടാണ് പറയുന്നത് 60 ദിവസത്തെ കരാറിലോട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ഇറാന്റെ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നാവികോപരോധം ഞങ്ങൾ ഇല്ലാണ്ടാക്കുന്നു. അതേപോലെ തന്നെ ചർച്ചകൾ നല്ല നല്ല ഇംപ്രൂവ്മെന്റ് ചർച്ചകളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള മാർക്കോ റൂബിയോ പറഞ്ഞത് ഇറാനിൽ നിന്നും ഇറാനുമായിട്ട് നല്ലൊരു കരാറ് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചല്ല എന്നുണ്ടെങ്കിൽ ഇറാനെ മറ്റൊരു രാജ്യമാക്കി ഞങ്ങൾ മാറ്റും എന്നുള്ള ഭീഷണിയും കൂടെ പറയുന്നുണ്ട്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അതായത് ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇറാന് മേലെ ആക്രമണങ്ങൾ നടത്തിയിട്ടോ ഇറാന്റെ ദ്വീപ് സമൂഹങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടോ ഇറാന്റെ മേലെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടോ ഇറാന് വരുതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇറാൻ വേറൊരു ഭാഗത്ത് ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ആ റീജിയണിൽ ഒന്നും അല്ലാണ്ടിരുന്ന ഇറാനെ ആ റീജിയണിലെ പ്രബലമായിട്ടുള്ള ഒരു കക്ഷിയാക്കി മാറ്റി ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാൻ എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇറക്കും തലക്കും പോയിട്ട് 1 ബോംബ് 2 ബോംബ് എന്ന് പറഞ്ഞിട്ട് ഇടും. ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുക്കും. ഇതെല്ലാം ചെയ്തിട്ട് പറയും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല ഞങ്ങൾ ചെയ്തത് എന്ന്. ഇപ്പൊ തകൃതിയായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഖത്തർ ഉണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാൻ ഉണ്ട്. ഇങ്ങനെ രാജ്യങ്ങളുടെ ഒക്കെ ഈ കാർമ്മികത്വത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ചില ശുഭപ്രതീക്ഷകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇറാൻ പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വിദേശത്തുള്ള ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കില്ല. വിദേശത്തുള്ള ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നതിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എൻറിച്ച്ഡ് യുറേനിയത്തിന്റെ കാര്യം എന്ന് പറയുന്നത് 60 ദിവസത്തെ കരാറിലോട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഇറാൻ മുന്നോട്ട് വെക്കുന്നതും അമേരിക്കക്ക് ഇപ്പൊ ആവശ്യമായിട്ടുള്ളതും എന്താന്ന് ചോദിച്ചാല് ഹോർമൂസ് തുറക്കുക, ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പഴയപടിയാക്കുക. ഇങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ടും ആഗോളതലത്തില് ബാരലിന് ഉയർന്നുകൊണ്ടിരിക്കുന്ന എണ്ണ വില അത് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാവും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കീശകാലിയാവുന്നതൊന്നും നിന്ന് കിട്ടും. അമേരിക്കയില് ട്രംപിന് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിയിലുള്ള ഇടിവ് അതും കുറഞ്ഞു കിട്ടും. അപ്പോ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ ധാർഷ്ട്യം, അമേരിക്കയുടെ ലോക പോലീസ് കളി, അമേരിക്കയുടെ ഗുണ്ടായിസം, ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി, നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ പറയും, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഞങ്ങളുടെ ഡിമാൻഡ്സ് അത് നിങ്ങൾ അംഗീകരിക്കുക. അല്ലാതെ നിങ്ങളുടെ ഡിമാൻഡ്സ് ഇല്ല, നിങ്ങളുടെ സോവറിനിറ്റി ഇല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ല, ഒന്നുമില്ല. ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോവാം. ഈ ഒരു ധാർഷ്ട്യം ലോകത്തിന്റെ മുന്നില് അമേരിക്ക ഒരു സൂപ്പർ പവർ ആയി വന്നതിന് ശേഷം അവർക്ക് ഉണ്ടായിരുന്ന ഈ ഒരു മേൽക്കോയ്മയ്ക്ക് മേലെ ഇറാൻ വെക്കുന്ന ഒരു അടി, അല്ലെങ്കിൽ ആ മേൽക്കോയ്മയ്ക്ക് മേലെ ഇറാന്റെ ആവശ്യങ്ങൾ ഇറാൻ വെക്കുകയും ഇറാൻ അത് ചർച്ചയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെ അംഗീകരിക്കാനുള്ള മടി, അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. കാരണം
ഇവിടെ അമേരിക്ക കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാല് അമേരിക്ക ഇതേപോലത്തെ പ്രതിസന്ധി നേരിടുന്ന പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലത്തെ റെസിസ്റ്റൻസ് അമേരിക്കക്ക് നേരെ ഉണ്ടായി വരും. അത് ഈ ലോക ഭൂപടത്തിലെ അമേരിക്ക പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവരുടെ മിലിറ്ററി ക്യാമ്പുകൾക്കാണെന്നുണ്ടെങ്കിലും അവരുടെ അപ്രമാദിത്വത്തിലാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഒരു ഉദാഹരണം, ക്ലാസിക് ഉദാഹരണം ഉണ്ട് ഇതിന്. അത് വിയറ്റ്നാം വാറാണ്. ഡൊമിനോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ്. അതായത് ഇപ്പൊ ഡൊമിനോ നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാല് അതിൽ ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരി വരിയായിട്ട് ബാക്കിയുള്ളതെല്ലാം വീണോണ്ടിരിക്കും. ഇതേപോലെ വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി കഴിഞ്ഞാൽ വേറെ രാജ്യങ്ങളും കൂടെ കമ്മ്യൂണിസ്റ്റ്, അതിന്റെ ചുറ്റുഭാഗമുള്ള ബാക്കി രാജ്യങ്ങളും കൂടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാകും. അത് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഇവര് വിയറ്റ്നാമിനെ ആക്രമിക്കാൻ പോയത്. അപ്പൊ വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും അമേരിക്കക്ക് ഡിസന്റ് ഉയർന്നു വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് ഉയർന്നു വരാത്ത രീതിയിൽ വിയറ്റ്നാമിനെ തകർക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവര് കേറി ചെല്ലുന്നത് അങ്ങോട്ട്. അതേ പരിപാടി, അതേ ഭയം തന്നെയാണ് ഇപ്പോഴും ഇവരെ പിന്തുടരുന്നത് എന്നുള്ളതാണ്. പിന്നെ 3 പ്രാവശ്യം മറവി ടെസ്റ്റും ബുദ്ധി ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിൽ നടക്കുന്ന ചർച്ചയും ഒരു ചർച്ച ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പറയും ഇപ്പൊ നിങ്ങൾ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ കയ്യിലാണെന്നുള്ളത്. അപ്പൊ ഒന്നിങ്ങനെ ഡൗൺ ആവും. പിന്നെയും ഒരു ചർച്ച ചെയ്ത് ഒരു വഴിക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത് പറയും ഇറാന്റെ മുന്നിൽ നമ്മൾ അടിയറ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ സത്യത്തിൽ ട്രംപിന് ഇതിന് ഊര്യം വേണം എന്ന് കാണിക്കാനായിട്ട് ഒരു വിക്ടറി വേണം താനും. എന്നാൽ അതില്ല എന്നുള്ളൊരു അവസ്ഥയും. അപ്പോഴാണ് ഇപ്പൊ ഈ ദ്വീപിൽ പോയിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇനി സ്വയരക്ഷാർത്ഥം ആക്രമണം നടത്തിയിരിക്കുന്നത് എവിടെയാണ്? ഇറാന്റെ ഈ പറയുന്ന ദ്വീപിലുള്ള ലോഞ്ചിങ് പാഡുകൾക്ക് നേരെ, അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചിങ് ഏരിയകൾക്ക് നേരെയാണ് ഇപ്പൊ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാണ്ട് ഈ ചർച്ചയ്ക്ക് തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെങ്ങായി വേറൊരു സ്ഥലത്ത് കുറച്ച് പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നെതന്യാഹു ആണ്. ഈ ചർച്ച ഇങ്ങനെ പോയി ഇതിലൊരു കാര്യം തീരുമാനമാവും എന്നുള്ള തോന്നൽ നെതന്യാഹുവിന് ഉണ്ടായപ്പോ തന്നെ പുള്ളി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരെ കൂട്ടിയിട്ട്. എന്നിട്ട് ഇപ്പൊ നടക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലെബനോനില് ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോ ഇസ്രായേല് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ചർച്ചകളുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ലെബനോൻ എന്ന് പറയുന്നത്. ഇറാന്റെ കാര്യം മാത്രമല്ല നോക്കുന്നേ, ഇറാന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സേഫ്റ്റി, ഇറാന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കാര്യം കൂടെ ഇറാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അത് ഈ ഒരു കാര്യം വന്നപ്പോ ലെബനാന്റെ നേരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ലെബനോനിൽ നിന്നും ഈ പറയുന്ന ഇസ്രായേലി സൈന്യം പുറകോട്ട് പോകണം, ലെബനോനിൽ വെടിനിർത്തൽ നിലവിൽ വരണം എന്നുള്ളതാണ്. ഇത് നിലവിൽ വന്ന സമയത്ത് ഓർമൂസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചതാ. അന്നാണ് അമേരിക്ക പറഞ്ഞത് അതൊന്നും വേണ്ട, അതൊക്കെ നല്ല തീരുമാനം, ഞങ്ങൾ തുറക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഈ കരാറിന് തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് നെതന്യാഹു അവിടെ പോയി ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇറാൻ എന്ത് പറയും? ആ ആക്രമണം ആദ്യം നിർത്തിയാൽ മാത്രമേ ഞങ്ങള് ഈ കരാർ അംഗീകരിക്കുള്ളൂ എന്ന് ഇറാൻ പറയും. അതോടുകൂടെ വിജയിക്കുന്നത് ആരാ? അതോടുകൂടെ വിജയിക്കുന്നത് തന്നെ നെതന്യാഹുവാണ്. നെതന്യാഹുവിന് ലോകത്ത് യുദ്ധം, ആക്രമണം നിലനിന്ന് പോയേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചങ്ങായി ജയിലിൽ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ലോകത്തിന് സമാധാനം കൊടുക്കൂല എന്ന് ഉറപ്പിച്ച് 2 രാജ്യങ്ങൾ ഇപ്പോ ലോകത്തോട്ട് ഇറങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനെല്ലാം നമ്മൾ കാണുന്നത്.